ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഐറ്റം ശർക്കര വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 4 കായ എടുത്തിട്ടുണ്ട്. അത് തൊണ്ട് കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ട് അതിൻ്റെ ആ കറിയൊക്കെ കളഞ്ഞ് നല്ലോണം തുടച്ചിങ്ങോട്ട് എടുത്തു കേട്ടോ. എടുത്തിട്ട് അതെ ഇതുപോലെ അങ്ങോട്ട് അരിയുക. നടു മുറിച്ചിട്ട് നമ്മൾ ശർക്കര വരട്ടിക്ക് അരിയുമല്ലോ 2 പീസാക്കിയിട്ട്, അതേപോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് പിന്നെ ചെയ്യണത് ഉരുളി അടുപ്പത്ത് വയ്ക്കുക. ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നല്ലോണം അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഇതിനെ അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കുക. അത് ഒരൊറ്റ വറക്കല്ല, നമ്മൾ തീ കൂട്ടിയിട്ടിട്ട് വറുത്താൽ ആ സാധനം നല്ല മുരിവൊക്കെ പുറത്ത് കാണും, പക്ഷെ ഉള്ളു എന്തുണ്ടാവില്ല കേട്ടാ, പിശിന്ന് ഇരിക്കും. അപ്പോൾ ആ തീ കുറച്ചിട്ട് അത് നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ടൊക്കെ നല്ലോണം വറുത്ത് ക്രിസ്പി ആയിട്ട് തന്നെ വറുത്ത് കോരണം കേട്ടാ. എന്നാലേ നമ്മൾ മൊരിച്ചെടുത്താൽ തന്നെ ആ സാധനത്തിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യണത്, നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. അതൊരുവിധം പാനി ഇതാവുമ്പോൾ കട്ടിയായിട്ട് വരുമ്പോൾ ആ നൂല് പാകം നോക്കുക. നമ്മളിങ്ങനെ കൈയിൻ്റെ വിരലിങ്ങനെ പിടിക്കുമ്പോൾ ഒട്ടുമല്ലോ, ആ ഒട്ടൽ ഭാഗം വരുമ്പോൾ നമ്മുടെ ഈ കായ വറുത്തതിനെ അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ആ ബെല്ലത്തിൻ്റെ ആ മിശ്രിതം അതിലേക്ക് അങ്ങോട്ട് നല്ലോണം പിടിച്ചോട്ടെ. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും കായ വറവിൻ്റെ ആയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് എന്താ ഇട്ട് കൊടുക്കണതെന്ന് വെച്ചാൽ ജീരകം, കുരുമുളക്, പിന്നെ ഏലക്കായ, ഇതെല്ലാം പൊടിച്ച പൊടി ഉണ്ടല്ലോ, ചുക്ക്, ഇതെല്ലാം കൂടി പൊടിച്ച പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണത് കേട്ടോ. ആ പൊടി അതിൽ വിതറി കൊടുക്കുക. പിന്നെയും അതൊന്നും കൂടി അതിലെ എല്ലാത്തിൻ്റെ പുറത്തും അത് പൊടി ഒന്ന് പിടിക്കണ വരെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഇളക്കുക. അത് 2-3 പ്രാവശ്യം ആ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഇളക്കി അതിൻ്റെ ബെല്ലത്തിൻ്റെ ആ ഒരു ഒട്ടൽ മാറണ വരെ അതങ്ങോട്ട് ഇളക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി എന്തായി, റെഡി ആയിട്ടാ. അപ്പോൾ മറക്കാണ്ട് ശർക്കര ഉപ്പേരിനൊക്കെ ഉണ്ടാക്കിക്കോളാം പ്രാവശ്യം കേട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ ശർക്കര വരട്ടിനൊക്കെ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ. മറക്കരുത് കേട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.